ശ്രീകാന്ത്, ഈ 2004-2014 ആ കാലഘട്ടത്തിൽ ഭാരതീയർ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന രണ്ട് മനുഷ്യരുണ്ട്. അതിലൊന്ന് തുക്കാറാം ഓംബ്ലെയാണ്. അത് അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടിയ സാധാരണക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. മറ്റൊന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി. ഈ RVS മണി ഇതിനോടകം നടത്തിയ അഭിമുഖങ്ങൾ ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമാണ്. അതാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ടെടുത്ത അഭിമുഖം. ആ അഭിമുഖത്തിൽ വളരെ കൃത്യമായി സ്പെസിഫിക്കായി കേരളത്തിലെ ഒരു മുൻ കേന്ദ്രമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മോട് വിശദമാക്കിയത്? ഈ RVS മണി കഴിഞ്ഞ ദിവസങ്ങളിൽ ANAയുടെ സ്മിത പ്രകാശിന് നൽകിയ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം കണ്ടപ്പോൾ അതിൽ കോൺഗ്രസും ISIയും ചേർന്ന് ഒരു മാച്ച് ഫിക്സിംഗ് നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ ഭീകരാക്രമണം നടന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസിലെ P ചിദംബരം, ശിവരാജ് പാട്ടീൽ, സുശീൽ കുമാർ ഷിൻഡെ ഉൾപ്പെടെയുള്ള നേതാക്കൾ എങ്ങനെയാണ് ഹിന്ദു ഭീകരവാദം, സാഫ്രൻ ടെറർ എന്ന വേർഡ് കോയിൻ ചെയ്തെടുത്തത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ അതോടൊപ്പം തന്നെ ഈ നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ, ഇസ്രത് ജഹാൻ കേസ്, പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെ ഡ്രഗ് കടത്ത്, അങ്ങനെ ഒട്ടനവധി വിവരങ്ങൾ അദ്ദേഹം സ്മിത പ്രകാശുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ അത് കണ്ടതിന് ശേഷമാണ് ഈ RVS മണിയെ അപ്പോൾ മറ്റൊരു മാധ്യമം എടുത്ത ഒരു വിവരം. ആ മാധ്യമത്തിന് അവരുടേതായ കാര്യങ്ങൾ കാണും, അവരുടേതായ ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ ജനം TV ഇദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നും നമുക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ്വാരക സെക്ടർ 4-ൽ ഡിൻ അപ്പാർട്ട്മെന്റ്സിൽ ഒരു ചെറിയ ഫ്ലാറ്റിൽ ആണ് അദ്ദേഹം താമസിക്കുന്നത്. RVS മണി ഇന്ന് അദ്ദേഹത്തെ നമ്മൾ രാവിലെ കണ്ടു. അദ്ദേഹത്തോട് നമ്മൾ സമാനമായ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച്, അതിൽ അദ്ദേഹം പറഞ്ഞ മാച്ച് ഫിക്സിംഗ്, കോൺഗ്രസും ISIയും പാക് ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഒക്കെ ചേർന്ന് നടത്തിയ മാച്ച് ഫിക്സിങ്ങിനെ കുറിച്ചാണ് ആദ്യം ചോദിച്ചത്. ആ ചോദ്യത്തോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ചോദിച്ചത്, ഇതിനൊക്കെ തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ? താങ്കൾക്കെതിരെ ആരെങ്കിലും കോടതിയിലേക്ക് പോയാൽ അങ്ങ് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി, എല്ലാത്തിനും വസ്തുതകളാണ് താൻ പറഞ്ഞത്, എല്ലാം തൻ്റെ ഒരു ബുക്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തെളിവുകൾ, രേഖകൾ ഉൾപ്പെടെ എവിടെ ഹാജരാക്കാൻ പറഞ്ഞാലും തനിക്ക് സാധിക്കും എന്നാണ് RVS മണി മറുപടി നൽകിയത്. കുറേയധികം ചോദ്യങ്ങൾ ഇസ്രത് ജഹാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, സോണിയാഗാന്ധി ഈ മോദിയെയും അതോടൊപ്പം അമിത്ഷായെയും ഇരുമ്പഴിക്കുള്ളിലാക്കാൻ നിർദ്ദേശം നൽകി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത CBIയിലെ ഒരു IG ആണ് മാഡം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായത്. അങ്ങനെ ചോദ്യം മുന്നോട്ട് പോകവേ ആ സമയത്ത് നമുക്കറിയാം കുറേയധികം മലയാളികൾ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു UPA ഭരണകാലത്ത്. അപ്പോൾ നമ്മൾ ചോദിച്ചത്, അന്ന് ഒട്ടനവധി ആളുകൾ തന്ത്രപ്രധാനമായ പദവികളിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നും. കേരളവുമായി ഇത്തരം എന്ന് ഞങ്ങൾ സ്പെസിഫിക്കായി പറഞ്ഞത് ഈ മാച്ച് ഫിക്സിംഗ്, മുംബൈ ടെറർ അറ്റാക്കിനോടനുബന്ധിച്ച് മാച്ച് ഫിക്സിംഗ് നടന്നു. ഹിന്ദു ഭീകരവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ തീവ്രവാദ ശക്തികളുമായി ISI ചാരസംഘടനയുമായി പാക് ഭരണകൂടവുമായി ചേർന്ന് ഈ ഹിന്ദു ഭീകരവാദം എന്നൊരു ടേം കോയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരുടെ അന്നുണ്ടായിരുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായത്, വ്യക്തമായും സ്പഷ്ടമായും അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ മലപ്പുറത്ത് നിന്നുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു മുൻ മന്ത്രി MOS ഈ സമാനമായ കാര്യങ്ങളിൽ, അതായത് കോൺഗ്രസ്, ISI അതോടൊപ്പം തീവ്രവാദ ശക്തികൾ ഉൾപ്പെടെയുള്ളവർ ഹിന്ദു ഭീകരവാദം എന്നൊരു ടേം കോയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിനും അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു എന്നാണ് ഈ RVS മണി പറയുകയുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത്, ഈ പറഞ്ഞ മന്ത്രിയുടെ പേര് E അഹമ്മദ് എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പേര് നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്
നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ എന്ന് നമ്മളോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ നമുക്ക് അറിയില്ല, അങ്ങ് പറഞ്ഞത് മാത്രമാണ് നമുക്കറിയാവുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് അന്നത്തെ ആ MOS ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും വന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിനും ഈ ഹിന്ദു ടെറർ എന്ന ടേം കോയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ പിന്നണിയിൽ നടന്ന ഗൂഢാലോചനയിൽ, അതാണ് എടുത്തു പറയേണ്ടത്, ISIയുമായും ഈ ഭീകര ശക്തികളുമായും പാക് ഭരണകൂടവുമായും ചേർന്ന് നടത്തിയ ഈ പിൻവാതിൽ കളികളിൽ അദ്ദേഹവും പങ്കാളിയായിരുന്നു എന്ന് പറയുകയുണ്ടായി RVS മണി. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു പടി കൂടി കടന്ന് ഞങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും തെളിവ് ഈ പറയുന്നതിന് താങ്കളുടെ കൈവശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ആഭ്യന്തര അണ്ടർ സെക്രട്ടറി ആയിരുന്നല്ലോ, ആ സമയത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെ നോട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നോട്ടുകൾ വരാറുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇന്നും ആ നോട്ടുകളുണ്ട് എന്നാണ് RVS മണി പറയുകയുണ്ടായത്. ആ വിവരം ഞെട്ടലോടെയാണ് ഞങ്ങൾ കേട്ടത്. അത് കൃത്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഓക്കെ ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശ്രീകാന്തിനോട് RVS മണി പങ്കുവച്ചത്. ഈ ചർച്ചയുടെ ആമുഖമായി ഒന്ന് പറയട്ടെ. നമ്മളൊരു മുസ്ലിം ലീഗ് പ്രതിനിധിയെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയും മാത്രവുമല്ല, ഈ വിഷയം ചർച്ച ചെയ്യുന്ന ജനം TVക്കെതിരെ കേസ് കൊടുക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് ഈ വിവരം ഞാൻ പങ്കുവെക്കുന്നത്.